നഴ്സിംഗ് ഫൈനൽ ഇയർ പഠിക്കറേ. അമ്മാ, എൻ മകൾ സെമ്പകത്തിന് അങ്ങ് ലണ്ടനിലേക്ക് ഒരു വിസ കിടക്കുമാ. സ്റ്റുഡന്റ് വിസ ആയാലും പോതും അമ്മാ. എവള് കാച്ചും പ്രശ്നമല്ലേ, സെമ്പകത്തിനൊരു വേല കിടക്കണം. ഞാൻ വിസ കച്ചവടമൊക്കെ നിർത്തി. അല്ല അപ്പച്ച, എനിക്ക് അറിയാൻ മേലാന്നിട്ട് ചോദിക്കുക, അപ്പച്ചൻ ഈ കണ്ട പിച്ചക്കാരുമൊക്കെ ആയിട്ടാണോ കമ്പനി? മോളെ മേരി, ഈ ഭൂമിയിൽ ആരും പിച്ചക്കാരായി ജനിക്കുന്നില്ല. പിന്നെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. അങ്ങനെ സോലിന് കൊടുക്ക അയ്യാ. അപ്പൊ അയ്യാ, അടുത്ത മാസം വീണ്ടും പാക്കലാം. അവിടെയാണ് പ്രശ്നം. കാലം മാറിയതും ശീലം മാറിയതും ഒന്നും ഇവിടുന്ന് പോയവർ അറിഞ്ഞിട്ടില്ല. ചെന്നിടത്തൊക്കെ ശീലങ്ങളോട് ചേരുകയുമില്ല. നാട്ടിലെ ശീലങ്ങളോട് പുച്ഛുപോകും. ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു. അമ്മാ തൊട്ടെത്തിയതുമില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് ഈ വിദേശ മലയാളികളുടെ അവസ്ഥ. ഒരുമാതിരി അവിയിൽ പരുവം. അതെന്നാടി മേരിത്തള്ളേ, ഞങ്ങള് തരുന്നത് നോട്ടല്ലയോ? ലണ്ടനിൽ നിന്ന് വന്നേ പിന്നെ ഈ 2 ആഴ്ചക്കുള്ളിൽ പിള്ളേര് 4 കിലോ കുറഞ്ഞു. വയ്ക്കാനും പൊരിക്കാനും പിന്നെ കുറച്ച് അച്ചാറിനുള്ളത് കൊണ്ടുപോരെ. അവരെ അടുത്ത ആഴ്ച ആസ്ട്രേലിയക്ക് പോകത്തില്ലയോ? ഈ ആഴ്ച തന്നെ അച്ചാറിട്ട് വെച്ചാലേ നന്നായിട്ട് എരിവും പുളിയും ഒക്കെ പിടിക്കും. അതെ അതെ, നാളെ തന്നെ കൊണ്ടുവരണം കേട്ടോ തള്ളേ. എന്നാ ഓക്കെ, ടേക്ക് കെയർ. ഓ, അമ്മച്ചി പുതിയ ഇംഗ്ലീഷ് വാക്കൊക്കെ പഠിച്ചല്ലോ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ഓ, കളിയാക്കണ്ട കേട്ടോ, അണ്ണാൻ കുഞ്ഞും തന്നാലായത്. മേരി, നീ പറയണത് കേട്ട് പഠിച്ചു അല്ലോടി. അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയാൻ മേല. എന്നതാടി അതിന്റെ അർത്ഥം? ഓ, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്മച്ചി. അവസാനം ചുമ്മാ അങ്ങ് പറഞ്ഞേക്കണം. ഇപ്പൊ ഈ അമ്മച്ചി പറഞ്ഞ പോലെ, അത്രേ ഉള്ളൂ. വൈകാതെ ഓസ്ട്രേലിയക്ക് പറക്കേണ്ടതല്ലേ? പഠിച്ചോ പഠിച്ചോ. നീ ഇത് കേട്ടോടി അപ്പച്ചൻ പറയുന്നത്? ഓ, സാരമില്ല അമ്മച്ചി. ഹലോ ഹലോ, മനുഷ്യന് ചെവിതല കേൾപ്പിക്കുന്നില്ലല്ലോ. ഇവിടെ മനുഷ്യനും മനുഷ്യനും തമ്മിൽ നേരിട്ട് വല്ല ബന്ധവും ഉണ്ടോ? അല്ല, ഉണ്ടോ? എല്ലാം ഈ കുന്താട്ടത്തിൽ കൂടി മാത്രം. ഇതിലൂടെ ആകുമ്പോൾ എന്തു നുണയും പറയാമല്ലോ. ആരും മുഖം കാണുന്നില്ലല്ലോ. ഇത് കണ്ടുപിടിച്ചതിൽ പിന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം കൂടിയോ അതോ കുറഞ്ഞോ? ദൈവമേ, എന്തൊക്കെ കണ്ട ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റുക. ഹലോ, ബീനയാണോ? എന്നാ ഉണ്ടടി അവിടെ വിശേഷം? എന്ത്, നമ്മുടെ മോളിക്കുട്ടിക്ക് PR ആയെന്നോ? അമ്മച്ചിയേ, അമ്മച്ചി, ഈ അമ്മച്ചി എവിടെ പോയി കിടക്കുവാണോ? വിളിച്ചാലും വരത്തില്ല. നമ്മുടെ മോളിക്കുട്ടിക്ക് PR ആയെന്ന്. നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ച മനുഷ്യ? നിന്ന് കറങ്ങാതെ പോയി അമ്മച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറ. സോറിയടി, ഇവിടെ പറഞ്ഞതാ. എന്നതാടി, എന്നതാ നീ പറയുന്നേ? അമ്മച്ചി, നമ്മുടെ മോളിക്കുട്ടിക്ക് PR ആയെന്ന്. എന്റെ വേളാങ്കണ്ണി മാതാവേ, എന്റെ നാടി ഞാനീ കേൾക്കുന്നേ. എടി, അതിനവിടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം അല്ലടി ആയുള്ളൂ. അപ്പോഴേക്കും പെറാറായെന്നോ?
അതല്ല എന്റെ അമ്മച്ചി, അവർക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള അനുമതിയായെന്നാ പറഞ്ഞത്. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. ഓ, അത്രേ ഉള്ളോ? നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ കരുതി. എടി സോറിയടി, ഇവിടെ പറഞ്ഞതാ. ഓ, എന്ത് സുഖം, ഒന്നും പറയണ്ടടി. 2 ആഴ്ച കൊണ്ട് മടുത്തു. എന്നാ ചൂടാടി ഇവിടെ. മനുഷ്യൻ വെന്തു മരിക്കും. ഹോ, ഈ നാട്ടിൽ ജീവിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം. ഇവരൊക്കെ എങ്ങനെയാണോ ഇവിടെ കഴിയുന്നത്. ഇനി ഏതായാലും 1 ആഴ്ച കൂടി ഒന്ന് കഴിച്ചു കൂട്ടണം. ചൂട് കാരണം പുറത്തോട്ടിറങ്ങാൻ മേലടി. പിന്നെ ഞങ്ങളുടെ വീട് സെൻട്രൽ AC ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ അവിടെ വേറെ എന്നാ ഉണ്ടടി വിശേഷം? ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളോ? ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ. ഇവരോടൊന്നും ചോദിച്ചുകൊണ്ടല്ലോ നമ്മൾ ലണ്ടനിൽ ചെന്നത്. പിന്നെന്തിനാ അവരോട് യാത്ര പറയുന്നേ? വീടൊക്കെ പിള്ളേർ തല്ലിപ്പൊളിച്ചെന്നോ? അതിന് നമുക്കെന്താടി, കാശ് നമ്മുടെ കയ്യിലായില്ലേ. ഇനി വേണേ ബാങ്കുകാർ നോക്കിക്കോളും. എടി, കൂട്ടാമ്പിഞ്ഞാണി വരെ വിറ്റിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതൊക്കെ അങ്ങനെ കിടക്കും. ആ, പിന്നെ നിന്റെ എല്ലാം ഓക്കെ ആയില്ലേ? എടി, കിട്ടാവുന്നിടത്തു നിന്നെല്ലാം മേടിച്ചോണം. അതുപോലെ വിൽക്കാവുന്നതെല്ലാം വിറ്റോണം. ബാക്കിയുള്ളതെല്ലാം കാർഗോ ആയിട്ട് മെൽബോണിലോട്ടങ്ങ് അയച്ചാ മതി. എടിയേ, കാറ്റുള്ളപ്പം തൂറ്റണമെന്ന് കാർന്നോമാര് പഠിപ്പിച്ചിട്ടില്ലേ? അല്ല പിന്നെ. ആ പിന്നെ, നീ എയർപോർട്ടിലോട്ട് പോരുമ്പോ ടാക്സി ഒന്നും വെറുതെ വിളിച്ച് കാശ് കളയണ്ട. ഒരു റെന്റേ കാർ എടുത്തിട്ട് ആ എയർപോർട്ടിൽ ഇട്ടിട്ട് പോരെ. ഓക്കേടി, എന്നാ എന്റെ അന്വേഷണം കൊടുത്തേര്. വേറെ ഒന്നുമില്ല. ഇനി ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ചേറാ. അല്ല, അപ്പച്ചൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ മോൾ അവിടെ നിന്നേ. എന്താ അപ്പച്ചാ? ഇപ്പോഴാ കാര്യങ്ങളൊക്കെ അപ്പച്ചൻ ഒരുവിധം പിടികിട്ടിയത്. ഗൾഫിൽ ചൂട് കൂടുതലാണ്, പിന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇംഗ്ലണ്ടാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഗൾഫിൽ നിന്ന് ലണ്ടനിൽ പോയ എൻ്റെ മോള് ഇപ്പൊ മക്കളെക്കാൾ കൂടുതൽ അഭ്യാസവും പഠിച്ചുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഇപ്പോഴല്ലേ അപ്പച്ചന് മനസ്സിലായത്. എന്താ നീ നേരത്തെ പറഞ്ഞത്? ഇവിടെയുള്ളവരെയൊക്കെ സമ്മതിക്കണമെന്ന് അല്ലേ? ചൂട് കാരണം ഇവിടെ ജീവിക്കാൻ മേല അല്ലേടി? എടി, 24 ഡിഗ്രി ചൂടിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത നീ എങ്ങനാടി 48 ഡിഗ്രി ചൂടിൽ ആസ്ട്രേലിയയിൽ കഴിയുന്നത്? അത് അപ്പച്ച, അവിടെ AC. അവിടെ ആസ്ട്രേലിയ മൊത്തം സെൻട്രൽ AC ആണെന്നായിരിക്കും നീ പറഞ്ഞു വരുന്നത്. മോളെ, അപ്പച്ചന്റെ കണ്ണും കാതും ഒന്നും പോയിട്ടില്ലടി മോളെ. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ